നമസ്കാരം, കാസിം ഭായിയാണ്. മഴക്കാലമായി കഴിഞ്ഞാലേ നമ്മുടെ മുറ്റത്തെ ചെടികളൊക്കെ അങ്ങോട്ട് പോകൂലേ. പക്ഷെ പ്രത്യേകിച്ച് ഫ്ലവർ പ്ലാന്റുകൾ നമ്മുടെ 10 മണിയെല്ലാം നശിച്ചുപോയി. പക്ഷെ മഴക്കാലമായി കഴിഞ്ഞാല് നമുക്ക് മുറ്റത്ത് വസന്തം തരുന്ന ഒരു പൂക്കളുള്ള ചെടിയുണ്ട്. ഞാൻ കാണിച്ചു തരാരാന്ന്. അതോ അവർക്ക് ഈ മഴയോ വെയിലൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് പ്രത്യേകിച്ച് വളവും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ ഏത് സുന്ദരിയെ കുറിച്ച് എത്രയും പറയണെന്നില്ലേ. ഞാൻ കാണിച്ചു തരട്ടെ ആരാന്ന്. നമ്മുടെ കാക്കപ്പൂവ്. എന്ത് രസമാണോ! ഇത് പല നിറത്തിലുള്ളതുണ്ട്. ഇതിപ്പോ എന്റെ അടുത്തൊരു ലൈറ്റ് റോസ്, ഇത് കണ്ടോ, ഒരു ലൈറ്റ് റോസ്. പിന്നെ ഇതാ ഈ ഒരു കളറ്. ഇത് കാണുമ്പം ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ റബ്ബർ മരങ്ങൾക്കിടയിലും അല്ലെങ്കിൽ നമ്മുടെ പാടത്തൊക്കെ ഇത്തിരി ഉണ്ടാകാറുണ്ട് അങ്ങനത്തെ ഈ ഒരു ഫ്ലവർ ഉള്ളത്. അത് ഇത്രയും ഹൈറ്റ് ആയിട്ട് ആ ചെടി ഉണ്ടാവില്ല, അത് കുറച്ച് നിലത്ത് പതിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ അപൂർവമായിട്ടൊക്കെ വെള്ളത്തോടത്ത് കാണാൻ പറ്റുന്നല്ലാണ്ട് ഇപ്പൊ അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഇതിപ്പോ നമ്മുടെ മുറ്റത്ത് അങ്ങേ ഭാഗത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ഞാൻ കുറച്ച് പറിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തതാണ്. ഇവിടെ വെച്ച് കൊടുത്തപ്പോ ഇവിടേക്കെല്ലാം ഫുള്ള് ഫ്ലവർ ആട്ടോ. നല്ല രസമാണ് കാണാൻ. ഈ ഒരു കളർ നോക്കി എങ്ങനെയുണ്ടെന്ന് ഇതോ, വലിയൊരു കളറ്, ഒരു കോളാമ്പി പോലത്തെ പൂക്കള്. സത്യം പറഞ്ഞാല് ഇത് ഞാൻ കുറേ പറിച്ച് കളഞ്ഞു. നമ്മുടെ മുറ്റത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എന്തോ വിചാരിച്ചു, എന്തിനാ അത്രയും കളയുന്ന വെച്ചാൽ കുറച്ച് ഈ ഭാഗത്ത് നട്ടതാ. വിചാരിച്ചു മഴക്കാലല്ലേ, പൂവൊന്നും ഉണ്ടാവില്ല. നോക്കുമ്പോ അമ്പടാ എപ്പോഴും രാവിലെ നിറയെ പൂക്കൾ തരുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മുടെ 10 മണിയുടെ ഒക്കെ അവസ്ഥയും കൂടി കാണിച്ചതാ. ഇതാണ്ട് ഇരിക്കണം, പൂവില്ല, കായുമില്ല, ഒന്നുമില്ല. റോസയിലും അത് തന്നെ, എല്ലാം പോയിട്ടോ. കാരണം അവന് ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ കാരണം കൂടി കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ചെടി, നമ്മൾ അന്നത്തെ ചെടി വീഡിയോ കണ്ടിട്ട് ചെടികളൊക്കെ തരുമെന്നേ. അതുപോലെ തന്നെ മഴക്കാലത്ത് വളർത്താൻ പറ്റിയ ഒരാളാണ് നമ്മുടെ കോളിയാസ്, അതായത് കണ്ണാടി ചെടി എന്നൊക്കെ പറയും. ഇവിടെ തിരുഹൃദയം കൂടി പറഞ്ഞു കേട്ടോ. അതിന്റെ ഒരുപാട് കളക്ഷനൊന്നുമില്ല, 1-2 ആൾക്കാരെ ഇപ്പൊ കയ്യിലുള്ളൂ. അത് നമ്മളെ അയലൊക്കെ ഇത്താനെടുത്ത് മേടിച്ചു വെച്ചാട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇലച്ചെടികള് എന്തായാലും മഴക്കാലത്ത് നല്ല സുന്ദരികളായിട്ട് വളരും. പക്ഷെ നമ്മളെ ഫ്ലവർ പ്ലാന്റുകളൊക്കെ എല്ലാം പോകും കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിനകത്തൊന്നും നോക്കാറേ ഇല്ല. പക്ഷെ ഇപ്പൊ മീറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പൂക്കളിങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് കണ്ടത്. അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പുതിയ വീഡിയോയിൽ കാണാം, പുതിയ വിശേഷമായിട്ട് കാണാം. തെറ്റാ.